ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അൺബോക്സ് ചെയ്ത ഒരു ജേർണലും ഒക്കെയാണ് ഇരിക്കുന്നത്. സോ അൺബോക്സ് ചെയ്ത ജേർണലിൽ ഒരു ചെറുതായിട്ടൊന്ന് വരയ്ക്കാം എന്നുള്ള ഒരു തോട്ടിലാണ് ഇന്ന് ജേർണലൊക്കെ ആയിട്ടിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ അറിയാം എൻ്റെ വരയൊക്കെ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്ന്. കുഴപ്പമില്ല, എങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ജേർണൽ പരിപാടിയും അതായത് ഈ ഡ്രോയിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഇറേസർ ഞാനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇത് ഭയങ്കര എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ടൈപ്പ് ഒരു ഇറേസറായിട്ട് എനിക്ക് തോന്നി. അപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനതങ്ങ് വാങ്ങി. ഈ ഇറേസറും ആ ഷാർപ്നറും ഒക്കെ നമുക്ക് സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ ഈ തരത്തിലുള്ള ഇറേസറും ഷാർപ്നറും ഒക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഇത്. ഞാൻ ഈ ഇറേസർ ഷാർപ്നർ യൂസ് ചെയ്യും, ബട്ട് ഇറേസർ ഞാൻ യൂസ് ചെയ്യും എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ വേറൊരെണ്ണം കൂടി ചെറുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇറേസർ ആയതുകൊണ്ട് എനിക്കതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാണ് താല്പര്യം. യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് അത്ര താല്പര്യമില്ല. നല്ലൊരു ഭംഗിയുള്ള ഇറേസർ അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ എൻ്റെ പഴയ സാധനങ്ങളെല്ലാം ഞാൻ കളഞ്ഞു. സോ ഇത് പുതിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പെൻസിലും ഇറേസറും എല്ലാം തന്നെ ഞാൻ പുതിയത് വാങ്ങിയതാണ്. അതെല്ലാം ഒന്ന് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ജേർണൽ എന്തായാലും പുതിയത് വാങ്ങിയതല്ലേ. അപ്പോൾ ഇത് 4 ജേർണൽസ് ഉണ്ട് കേട്ടോ. 4 ബുക്സാണിത്. കാരണം ഇത് 60 പേജസിൻ്റെ ചെറുതാണ്. അത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പേജ് നമ്പേഴ്സ് കുറവാണ്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേജസ് ഉള്ളത് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ബുക്സും കിട്ടും, എന്നാൽ എനിക്ക് കുറച്ച് പേജസ് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈപ്പ് ജേർണൽ ആമസോണിൽ കണ്ടപ്പം പർച്ചേസ് ചെയ്തതാണ്. ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ന്യൂസ് പേപ്പർ റീഡിങ്. സോ ന്യൂസ് പേപ്പർ റീഡിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 2 o'clock ഒക്കെ ആയിട്ടുണ്ട് സമയം. സോ രാവിലെ ന്യൂസ് പേപ്പർ റീഡിങ് കഴിഞ്ഞ് ഞാൻ അത് ഷോർട്ട് നോട്ട് പ്രിപ്പറേഷനും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നാൽ വെറുതെ ഇരിക്കുമല്ലേ ഒരു ജേർണൽ വാങ്ങിയത് ചെയ്യാം, ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. അപ്പം ഞാൻ നേരത്തെ വരച്ച് നോക്കിയിട്ടൊന്നും അല്ല ഇതിൽ ഡ്രോ ചെയ്യാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ ഏത് ജേർണൽ സെലക്ട് ചെയ്യണം, ഏത് ബുക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ കണ്ടത്. സോ അതിനുശേഷം ഒരു ബുക്ക് സെലക്ട് ചെയ്തു. ഇതെനിക്ക് കുറച്ചും കൂടി എല്ലാ ബുക്സും സെയിം പേജസും സെയിം കവർ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് പേജ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ നേരത്തെ ഒരു ഫ്ലവറിൻ്റെ ഡ്രോയിങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെലക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത് വരയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഞാൻ ഇത്രയും നാളായിട്ട് ഗ്യാപ്പ് എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു സംശയമാണ്. ഞാൻ വൃത്തിക്കൊക്കെ വരയ്ക്കുമോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു സംശയമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോഴറിയാം എൻ്റെ വരയൊക്കെ ഇപ്പോൾ സ്കില്ലൊക്കെ പോയ പോലെയുണ്ട്. എങ്കിലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ആലോചിക്കണം, നമ്മൾ ഇതുപോലുള്ള സ്കിൽസ് നമുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും കളയാൻ പാടില്ല. സോ എപ്പോഴെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ നിങ്ങളത് വരയ്ക്കുന്നതാണെങ്കിൽ വരയ്ക്കുക. എന്ത് സ്കില്ലാണെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാനൊരു ലോങ് ഗ്യാപ്പ് എടുത്ത ശേഷമാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കാരണം തന്നെ എനിക്ക് ആ ഒരു കോൺസെൻട്രേഷനും സംഭവങ്ങളൊക്കെ ഒരു നഷ്ടമായ പോലെ എനിക്ക് ഈ സമയം തോന്നുന്നുണ്ട്. നേരത്തെ തൊട്ടേ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പം ഒരു ഭംഗിയായിട്ട് വരയ്ക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടുള്ള ഡ്രോയിങ് ആണ് എടുത്തത്. കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയിലും എനിക്ക് ഒരു ആമസോൺ പാക്കേജ് ഞാൻ ഓർഡർ ചെയ്ത ഒരു സാധനം വന്നു. സോ ഇത് എനിക്കൊരു റീസണബിൾ പ്രൈസിൽ ഇത് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണെങ്കിലും ഞാൻ ആമസോൺ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മഗ്ഗാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ബ്യൂട്ടിഫുൾ മഗ്ഗാണ്. എനിക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ എന്താണെങ്കിലും ഇപ്പോൾ കോഫി ആണെങ്കിലും ടീ ആണെങ്കിലും വാട്ടർ ആണെങ്കിൽ പോലും നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള ഒരു മഗ്ഗാണ് ഈ ആമസോൺ പാക്കേജിൽ വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഡിസൈനിന് കളറൊക്കെ ഇച്ചിരി പോരായെങ്കിലും ഡിസൈനിൻ്റെ കളറ് നമ്മൾ ആമസോണിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി കളർ കാണും. ബട്ട് ആ റെയിൻബോയുടെ കളറൊക്കെ കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും നല്ലൊരു സെറാമിക് മഗ്ഗാണ് നമുക്ക് കിട്ടിയത്.
കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനിയും 2-3 പാക്കേജസും കൂടി വരാനുണ്ടായിരുന്നു എന്ന്. സോ ഈ ഒരു പാക്കേജും ഇനിയും ഒരെണ്ണം കൂടി വരാനുണ്ട് എന്നാണ് തോന്നുന്നത്. അതും ഞാൻ ഈ വരുന്ന വ്ളോഗ്സിൽ അൺബോക്സ് ചെയ്ത് കാണിക്കാം. സോ ഇതാണ് അടുത്ത അൺബോക്സ് ചെയ്ത ഒരു മഗ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്, അവിടെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ആൻഡ് വീണ്ടും ഞാൻ എൻ്റെ സ്കില്ലിലേക്ക് പോയി വരയ്ക്കാൻ തുടങ്ങി. സംഭവം ഞാൻ ആദ്യം പെൻസിൽ ഇട്ടിട്ടാണ് വരച്ചത്. പെൻസിൽ വെച്ച് വരയ്ക്കുമ്പം കുറച്ചൊരു റഫായിട്ട്, ബട്ട് ആ പെൻസിൽ വെച്ച് വരച്ചപ്പോൾ എനിക്ക് നല്ല നീറ്റായിട്ട് തോന്നി. പെൻ വെച്ച് വരച്ചതിലും നീറ്റായിട്ട് എനിക്ക് പെൻസിൽ വെച്ച് വരച്ചപ്പോഴാണ് നീറ്റായിട്ട് തോന്നിയത്. ബട്ട് ഞാൻ പിന്നെ പെൻ വെച്ച് വരച്ചു ആൻഡ് അത് ഭയങ്കരമായിട്ട് കുളമായി. സോ ഞാൻ അവിടെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആ വരച്ചപ്പോൾ എനിക്ക് കുറച്ച് സ്പേസ് ഇട്ട് വരയ്ക്കാമായിരുന്നു. കുറച്ച് സ്പേസും കുറച്ച് വലിപ്പം കൂട്ടിയും, അതായത് ആ ഫ്ലവേഴ്സിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി വരയ്ക്കാമായിരുന്നു. ആ ഒരു 2 ഡിഫക്റ്റ് കാരണം തന്നെ എൻ്റെ അതൊരു കംപ്ലീറ്റായിട്ട് ഫ്ലോപ്പ് അല്ലെങ്കിലും ഒന്ന് ഫ്ലോപ്പായി, ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി. ഞാൻ ആ ബോർഡർ വരച്ചപ്പോഴും സ്കെയിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്കെയിലെടുക്കാനുള്ള മടി കാരണം അതും എങ്ങനെയൊക്കെയോ വരച്ച് ഫ്ലോപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് ടൈം ജേണലിൽ ഞാൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ, അതുമാത്രമല്ല ഇതൊരു പുതിയ ജേണലല്ലേ. ഇപ്പോൾ പുതിയ ജേണലിൻ്റെ ഫസ്റ്റ് പേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കൊരു ടെൻഷൻ പിടിച്ച പരിപാടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പേജ് വരച്ചപ്പോൾ ഒരു ടെൻഷൻ കയറി ആ ഒരു രീതിയിലേക്ക് സ്പേസ് എടുക്കാനും എല്ലാം ഒന്ന് മറന്നുപോയി, ഫ്ലോപ്പായിപ്പോയി. അതിപ്പോൾ ഈ ബുക്ക് എന്നല്ല, ഏത് ബുക്ക് ചെയ്താലും നമുക്ക് അങ്ങനെ ഒരു തോട്ട് ആദ്യമേ വരും, ഫ്രഷ് പേജല്ലേ, ഫസ്റ്റ് പേജല്ലേ, ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു തോട്ടിലേക്ക് പോകും. പിന്നെ എനിക്ക് ചില സമയത്ത് ഞാൻ ഈ ബുക്സിലൊക്കെ ബുക്സിൽ എഴുതുമ്പോൾ തന്നെ പല പേജസിലും എനിക്ക് പല ഹാൻഡ് റൈറ്റിങ്സ് ആയിട്ട് തോന്നും. എൻ്റെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ചിലപ്പം ചിലർക്കൊക്കെ ഒരേ ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും വരുന്ന കാണാം. ബട്ട് എനിക്കങ്ങനെയല്ല, എനിക്ക് പല സമയത്ത് പല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ വരച്ചൊക്കെ കഴിഞ്ഞതിന് എൻ്റെ ആ ഒരു ഫ്ലോപ്പ് ആയതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞാനൊരു ടോം ആൻഡ് ജെറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോം ആൻഡ് ജെറി വിത്ത് ബിസ്ക്കറ്റ് ആൻഡ് ഒരു കപ്പ് കോഫി, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും നമ്മൾ ഷോപ്പിൽ കയറുവാണെങ്കിൽ ഞാൻ ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് എപ്പോഴും അത് വാങ്ങാറുണ്ട്. എനിക്കത് പണ്ടോട്ടേ കഴിച്ച് ശീലിച്ചത് കൊണ്ട് എനിക്ക് ഈ ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതങ്ങ് വാങ്ങും. അങ്ങനെ കോഫിയും കുടിച്ച് ടോം ആൻഡ് ജെറിയും കണ്ട് ഇങ്ങനെ എൻ്റെ ആ ഒരു 4 o'clock ടൈമും സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വ്ളോഗിലൂടെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി പാർട്ട്, അതായത് ഒരു 2 o'clock തൊട്ട് 4 o'clock വരെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. എൻ്റെ ഡ്രോയിങ് കുറച്ച് ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും ടാലൻറ്റോ സ്കിൽസോ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ലോങ് ഗ്യാപ്പ് എടുക്കുമ്പോൾ അത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, ബട്ട് വി ക്യാൻ ഡു ഇറ്റ്. സോ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.